ഹായ് വ്യൂവേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതും നമുക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ്. ഇത് സാറ്റർഡേയിലെ ഒരു വീഡിയോ ആണ്. ഒരു ദിവസം സാറ്റർഡേയിലെ വീഡിയോ ആണ്. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. 3 പേർക്കും ഇന്ന് സ്കൂളിൽ പോകണം. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആലു പൊറോട്ടയായിരുന്നു. ആലു പൊറോട്ട ആകുമ്പം ചപ്പാത്തിക്കകത്ത് കിഴങ്ങ് പുഴുങ്ങിയത് വെച്ചിട്ട് മസാല നിറച്ച് പരത്തിയെടുത്ത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഞങ്ങൾ തൈരും കൂട്ടിയും കഴിക്കും. അപ്പം ആലു പൊറോട്ടയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും കൂടുതലും ചപ്പാത്തിയും എന്തെങ്കിലും സബ്ജി ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ദിവസം എന്തെങ്കിലും വേണ്ടി. അപ്പം ഒരു ദിവസമൊക്കെ ഇങ്ങനെ മാറ്റി പിടിച്ച് ആലു പൊറോട്ട ഉണ്ടാക്കും. ഒരു ദിവസം ദോശ ഇഡലിയൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്നെ ബാക്കി ദിവസം മൊത്തം ചപ്പാത്തി എന്തെങ്കിലും സബ്ജി ആയിരിക്കും. അങ്ങനെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പോകാനും നല്ല ഉത്സാഹം. നാളെ പോകണ്ടല്ലോ എന്നുള്ളത് ഓർത്തിട്ട് നാളെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് ചോറ് വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത്. പിന്നെ കൂട്ടാൻ വെക്കാനുള്ള തോരൻ വെക്കാനുള്ളതും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചോറും കൂട്ടാനും കൂടെ ഒക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂളിലെത്തണം. പിള്ളേരുടെ ബസ് 6:45 കഴിഞ്ഞ് 7 മണിക്കകത്ത് വെച്ചേ വരത്തുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ തന്നെ റെഡി ആയിട്ട് പോയിക്കോളും. അങ്ങനെ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കി. പിന്നെ കുക്കറിനകത്ത് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്ന് രാത്രി കുറച്ച് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാൻ. തേങ്ങയും തിരുമിയത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കുറച്ച് ചതച്ചെടുത്തിട്ട് തോരനും കൂടെ വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. തേങ്ങ ഒരാഴ്ചത്തേക്കുള്ളത് എടുത്തു വെക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും തേങ്ങയുടെ കൂട്ടാനൊന്നും ഉണ്ടാക്കത്തില്ല. ഇടയ്ക്കെങ്ങാനൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് പെട്ടെന്ന് തേങ്ങയൊന്നും തീരത്തൊന്നുമില്ല. പിന്നെ നമ്മൾ വല്ല അടയോ അങ്ങനത്തെ ഗോതമ്പ് ദോശയ്ക്കകത്ത് വെച്ച് കഴിക്കുന്നതോ അങ്ങനെയൊക്കെ എങ്ങാനോ ആണെങ്കിലേ തേങ്ങ പെട്ടെന്ന് തീരത്തുള്ളൂ. പിന്നെ കുറച്ച് പുട്ടിനോ അങ്ങനെയൊക്കെ എടുക്കും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. ലഞ്ചും റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. ചോറും വയ്ക്കും, കൂട്ടാനും വയ്ക്കും. പിന്നെ വന്നിട്ട് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും കറി അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളി അരിഞ്ഞതും ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കും. അങ്ങനെ നമ്മുടെ തോരനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തോരനും വെച്ചു. പിന്നെ നമുക്ക് ചായയും കൂടെ റെഡിയാക്കണം. ചായയും കൂടെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകും. അപ്പോഴത്തേക്ക് അങ്കിത്തും ഒബിയൊക്കെ എണീറ്റ് അവിടെ റെഡി ആവുന്നുണ്ട്. രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് അങ്കിത്ത് അബിയൊക്കെ. പിന്നെ നമ്മുടെ കൂട്ടാനും കൂടെ ഒക്കെ ആക്കിയിട്ട് ഇനി നമുക്ക് റെഡി ആവണം. രാവിലെ എണീറ്റിട്ട് 4:30 എണീറ്റിട്ട് ആദ്യം എല്ലാം പതുക്കെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ സമയം ഒത്തിരി പോയി കഴിയുമ്പോഴായിരിക്കും പിന്നെ എല്ലാത്തിനും സ്പീഡ് കൂടുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ കൂട്ടാനും കൂടെ അടപ്പ് വെച്ചിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. പിന്നെ ഇനി നമുക്ക് ചായക്കും കൂടെ വെച്ചാൽ മതി. ചായയും കൂടെ വെച്ചിട്ട് പോയി റെഡി ആയിട്ട് ടിഫിനും പാക്ക് ചെയ്ത് പോയാൽ മതി. ഞാനാണെങ്കിൽ കുക്കറിലെത്തിട്ട് ചോറ് വിസിലടിച്ചിട്ട് 3-4-5 വിസിലടിക്കും. ചിലപ്പോൾ ഒന്നും കൂടെ വേവാൻ കാണും. ചിലപ്പം അപ്പം അത് വീണ്ടും പാത്രത്തിനകത്തിട്ട് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കും. അടപ്പയിലോട്ട് വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കും. ചില ദിവസം നല്ലോണം വെന്ത് കിട്ടും. അപ്പം നമുക്കിനി അരിയും കൂടെ ഊറ്റി വെച്ചാൽ മതി. അരിയും കൂടെ ഊറ്റി വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് അത് നോക്കുന്നത്. ഉച്ചയ്ക്ക് വന്നിട്ട് നമ്മൾ നോക്കുന്നത് ചോറ് കഴിക്കുന്നത്. അങ്ങനെ അരിയും ഊറ്റി വെച്ചു. ചില ദിവസം ഞാൻ ഈ അരി വെക്കത്തുള്ളൂ. പച്ചരിയാണ് ചോറ് വെക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ടായിരിക്കും ചോറ് വെക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനും റെഡിയായി. ഇനി ചായയും കൂടെ തിളപ്പിച്ചാൽ മതി. ചായ ഇപ്പം പിള്ളേർക്കും ചായ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം 3 പേർക്ക് ചായ ഇടാൻ പാല് നമുക്ക് ട്യൂഷന് വരുന്ന അവരാണ് വാങ്ങിച്ചുകൊണ്ട് തരുന്നത്. അവർ പശുവിനെ കറക്കുന്നിടത്തു നിന്ന് പാല് വാങ്ങിക്കും വീടുകളിൽ പോയി. അപ്പം അവരാണ് എനിക്ക് പാല് വാങ്ങിച്ചുകൊണ്ട് തരുന്നത്. അങ്ങനെ ചായയും റെഡിയായി. ഇനി നമുക്ക് പോയി റെഡിയായാൽ മതി സ്കൂളിലോട്ട് പോകാൻ. രാവിലെ 4:30 ആകുമ്പോൾ എണീറ്റാൽ എങ്ങനെ സമയം പോകുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അങ്കിത്ത് ആണെങ്കിൽ വിളക്ക് കത്തിക്കാൻ തുടങ്ങുന്നു. കുളിച്ച് റെഡിയായി വിളക്ക് കത്തിക്കുന്നുണ്ട്. അബി അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. ഞാനത് വോയിസ് കൊടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് മോട്ടർ ഓൺ ചെയ്തേക്കുന്നൊരു സൗണ്ടായിരുന്നു. ഇപ്പം മോട്ടർ ഓഫ് ചെയ്തു. ഇപ്പം സൗണ്ടില്ല. അങ്ങനെ അങ്കിത്ത് വിളക്കൊക്കെ കത്തിച്ച് അബി ഇപ്പം കുളിച്ചിട്ട് വന്ന് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 പേരും റെഡിയായി.
അബിയും റെഡിയായിട്ട് വന്ന് തൊഴുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനും കുളിച്ചിട്ട് റെഡിയായി മേക്കപ്പ് ചെയ്യുമായിരുന്നു. കുറച്ച് മുഖത്തിച്ചിരി ക്രീമും ഒക്കെ ഇട്ട് റെഡിയായിട്ട് പെട്ടെന്ന് പോകണം. ഇനി നമുക്ക് കഴിച്ചിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഈ സമയം എന്ന് പറയുന്നത് 6:30 ആകുമ്പോൾ ചെല്ലണമെന്ന് പറയുന്നത് കുറച്ച് പാടാണ്. 6:30 അവിടെ ചെല്ലണമെങ്കിൽ നമ്മളൊരു കുറച്ച് 5-10 മിനിറ്റെങ്കിലും മുമ്പേ നേരത്തെ ഇറങ്ങണം. ഒരു 40-45 ഒക്കെ ആണെങ്കിൽ 6:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിക്കാം. ഈ 6:30 തന്നെ അവിടെ ചെല്ലണം. അതുകൊണ്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർ സാറിനോട് പറഞ്ഞിട്ട് കുറച്ചുകൂടെ സമയം മുന്നോട്ടാക്കാനൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സും കൂടെ ചേർന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അബിയുടെ ഒരു ഡ്യൂട്ടിയാണ് കുപ്പികളിൽ വെള്ളം നിറയ്ക്കുക. 3 പേരെ ബോട്ടിൽ നിറയ്ക്കുന്നത് അബിയാണ്. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഈ മഡ്ക്കയ്ക്കകത്ത് ഒഴിച്ച് വെക്കും. വെള്ളം തിളപ്പിച്ച് ചൂടാറുമ്പോൾ മഡ്ക്കയ്ക്കകത്ത് ഒഴിച്ച് വെക്കും. ഇതിനകത്ത് ഒഴിച്ച് വെക്കുന്ന വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുടിക്കത്തില്ല ഇവിടെ ആരും. പിന്നെയും കുടിക്കുന്നെങ്കിലും അങ്കിത്ത് മാത്രമേ കുടിക്കാറുള്ളൂ. ഞാനും അബിയൊന്നും കുടിക്കാറില്ല. മഡ്ക്കയ്ക്കകത്ത് വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് കൂടുതൽ. ഈ ചൂട് സമയമായതുകൊണ്ട്. തണുപ്പാകുമ്പോൾ പിന്നെ നമുക്ക് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെച്ച് കുടിക്കേണ്ടി വരും ചൂടുവെള്ളം കുടിക്കാൻ. ചൂടാകുമ്പോൾ കുഴപ്പമില്ല, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 പേരുടെയും ബോട്ടിലൊക്കെ അബി നിറച്ച് അങ്ങനെ അങ്കിത്തും എല്ലാം റെഡി ആയിട്ട് വന്ന് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ടിഫിൻ പാക്ക് ചെയ്യണം. ടിഫിൻ പാക്ക് ചെയ്യാൻ ടിഫിനെല്ലാം പറക്കിക്കൊണ്ട് വെച്ച് അങ്കിത്തും 3 പേർക്കും വർക്കിംഗ് ആട്ടോ. രാവിലെ മുതൽ ഓടി നിന്നാലേ പെട്ടെന്ന് സമയത്തിന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇന്ന് കുക്കുംബറാണ്. ഫ്രൂട്ട്സ് എല്ലാം തീർന്ന് 1 വീക്ക് പർച്ചേസിങ് ആണ്. ഇപ്പോൾ 1 വീക്കിൻ്റെ എല്ലാം കഴിഞ്ഞിന് ലാസ്റ്റ് ഈ കുക്കുംബർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ടിഫിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു പീസസും കൂടെ കൊണ്ടുപോകും ടിഫിൻ്റെ കൂടെ. അത് നിർബന്ധമൊന്നുമില്ല അവിടേക്ക് സ്കൂളിൽ. പിന്നെ ടിഫിൻ്റെ കൂടെ എന്തെങ്കിലും ഇടയ്ക്കൊന്ന് കഴിച്ചോട്ടെന്ന് വെച്ചിട്ട് കൊടുത്തു വിടും. അവൻ പറയും, അബി പറയും അവൻ ചുട്ടിയുടെ ടൈമിലാണ് കഴിക്കുന്നത്, ബസ്സിനകത്തിരുന്ന് കഴിക്കുന്നതെന്നൊക്കെ പറയും. അതുകൊണ്ട് എന്തായാലും എന്തെങ്കിലും എനിക്കൊരു സമാധാനത്തിന് ഞാൻ സൈഡിലൂടെ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ടിഫിൻ പാക്ക് ചെയ്തു. ആലു പൊറോട്ട. പിന്നെ കറിയായിട്ട് കൊണ്ടുപോകുന്നത് തൈരാണ്. അവർ പറയും സോസ് മതി എന്നൊക്കെ പറയും, പക്ഷേ സോസ് കൊടുത്ത് വിടത്തില്ല, തൈരാണ് കൊടുക്കുന്നത്. രാവിലെ പിന്നെ നമ്മൾ വീട്ടിൽ ചുമ്മാതെ കഴിച്ചിട്ടാണ് പോകും. രാവിലെ തൈര് കഴിക്കത്തില്ല. ഇത് ടിഫിന് വേണ്ടിയിട്ടാണ് തൈര് കൊണ്ടുപോകുന്നത്. തൈരും ഉപ്പും ഇട്ട് കൊടുത്തു വിടും. കഴിച്ചിട്ടൊക്കെ വരും. ചിലപ്പം ഈ പിള്ളേർ കൂടുതൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നല്ലേ കഴിക്കുന്നത്. അപ്പം കൂട്ടാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അപ്പം ചിലപ്പോൾ തൈരൊക്കെ ബാക്കി കാണും, ചിലപ്പോൾ എല്ലാം കഴിച്ചിട്ട് കൊണ്ടുവരും. എന്നാലും റൊട്ടി മൊത്തം ആലു പൊറോട്ട മൊത്തം തീരും എങ്ങനെയാണെങ്കിലും. അങ്ങനെ ടിഫിനെല്ലാം പാക്ക് ചെയ്ത് ഇനി നമുക്ക് കഴിക്കണം. കഴിച്ചിട്ട് ഓടി പോകണം. അങ്ങനെ ഓരോരുത്തരുടെയും ടിഫിനും പാക്ക് ചെയ്ത് എല്ലാം ഓരോരുത്തർക്കും കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന്. ഇതിപ്പോൾ രാവിലെ നമ്മൾ കഴിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം വരാൻ, ഇല്ലെങ്കിൽ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പം തലകറങ്ങി താഴെ വീഴും. അതുകൊണ്ട് രാവിലെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. ഇവിടുത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ കൂടുതലും പാലും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെയൊക്കെ പോകുന്നവരാണ് ആയിരിക്കും കൂടുതൽ. നമ്മളാണെങ്കിൽ രാവിലെ എന്തോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചിട്ടാണ് പോകുന്നത്. ഒരെണ്ണമെങ്കിലും കഴിച്ചിട്ട് പോകും. പിന്നെ നമ്മൾ 10-11 മണിയാവും പിന്നെ അടുത്തത് കഴിക്കാൻ. അപ്പോൾ അത്ര സമയം നമ്മൾ വിശന്നിരിക്കേണ്ടി അല്ലെങ്കിൽ. അപ്പം ഞാൻ പോകാൻ ഇറങ്ങുകയാണ്. അങ്കിത്തും അബി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇനി അവർ റെഡി ആയിട്ട് പോയിക്കോളും. രാവിലെ കണ്ടും പോയിട്ടുണ്ട്. അങ്കിത്ത് ഗേറ്റ് തുറക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇറങ്ങുവാണ്. 6:25 കഴിഞ്ഞ്. ബൈ അബി. എന്നാൽ ഇപ്പം നമ്മൾ സ്കൂളിൽ പോവാം. അമ്മ ഇപ്പം സ്കൂളിൽ പോയല്ലോ. അപ്പം നമ്മളിപ്പം നമ്മുടെ സ്കൂളിൽ പോവാം. അപ്പം സമയം 1:30 ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. പിള്ളേർ വന്നില്ല, അവർ വരാൻ 2 മണിയാവും. ഇനി കറിയൊന്നും വെച്ചില്ലായിരുന്നു. എന്തായാലും കറി ആക്കണം. അവരെ വിളിക്കാൻ പോകണം 2 മണിയാവുമ്പം. ക്ഷീണിച്ച് പിള്ളേരെ വിളിക്കാൻ ബസ് സ്റ്റോപ്പിൽ പോയ സമയത്ത് അവിടെ ഒരു ചിക്കൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് പിന്നെ കോഴിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. കാരണം സൺഡേ ആണ് നാളെ. അതുകൊണ്ട് നമ്മൾ കോഴി വാങ്ങിച്ച്
സൺഡേ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വന്നപ്പോൾ അവർക്ക് ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അവൻ അവിടെ കയറിയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കോഴി വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. നല്ല വെയില നിന്നെ കൂടെ ചേർത്തെടുക്കും. ചിക്കൻ വാങ്ങിച്ചു വന്ന് ഇനി 2 പീസ് വറുത്ത് നമുക്ക് ചോറ് കഴിക്കാം. കറിയൊന്നും വെച്ചില്ല, ബീൻസ് തോരനുണ്ട്, തൈരും കൂട്ടി കഴിക്കാം. തങ്കിത്തോബി കുളിക്കണം. ഞാനിത് വറക്കാൻ വെച്ചിട്ട് കുളിച്ചിട്ട് വന്ന് നമ്മൾ ചോറ് കഴിക്കും. അതുകൊണ്ട് അവൻ കുളിച്ചില്ല, ഞാനും അങ്കിത്തും കുളിച്ചിട്ട് വന്ന് ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട്. നമുക്ക് ചോറ് വിളമ്പാം. തോരൻ ഒന്നുകൂടെ ചൂടാക്കി വെച്ച് തൈരും കൂട്ടി കഴിക്കാൻ. ഇനി എനിക്ക് 2:30 കഴിഞ്ഞ്. ഇപ്പം സമയം 5 മണിയാവുന്നു. വൈകിട്ടത്തെ ചായ ഇട്ടു, ചായ കുടിക്കുന്നു. അങ്ങനത്തെ ഹോംവർക്ക് എഴുതും. ചായ കുടിക്കുന്നവർ ഇപ്പം പിള്ളേർ വരുമായിരിക്കും. 5 മണിയാവുന്നു. പക്ഷെ ഇവിടെ നല്ല മഴക്കോളൊക്കെ ഉണ്ട്. ഇവിടെ സമയം 5 മണിയായി. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇവരെ വിളിക്കാൻ, പിള്ളേരെ വിളിക്കാൻ അദ്വൈതിൻ്റെ അമ്മയും പുകളിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ പുറത്ത് സബ്ജിയൊക്കെ വാങ്ങിച്ചിട്ട് തന്നു. അപ്പോൾ എനിക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ തരുമായിരുന്നു. ഇവരാണ് വൈകിട്ട് പാല് വാങ്ങിച്ചുകൊണ്ട് തരുന്നത്. അവർ പാല് വാങ്ങിക്കാൻ പോകും. അന്നേരം എനിക്കിവിടെ ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് തരും. അതുകൊണ്ട് അവിടെ മനീഷ എടുക്കുന്നുണ്ട്. അങ്ങനെ പാലും തന്ന് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയൊക്കെ തന്ന് ഞങ്ങൾ വൈകിട്ട് പുറത്ത് വന്നിറങ്ങി. അഭിജിത്ത് അപ്പം വൈകുന്നേരം ട്യൂഷനും കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയത്. അങ്കിത്തിൻ്റെ ഒരു പുസ്തകം വാങ്ങിക്കണമായിരുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞത്. അപ്പം അത് കിട്ടിയായിരുന്നു, അതും വാങ്ങിച്ച്. പിന്നെ അവൻ്റെ ഷൂ ആണെങ്കിൽ ചെറുതായിരുന്നു, വൈറ്റ് ഷൂ. അപ്പം ഷൂ വാങ്ങിക്കണമായിരുന്നു. അതിന് ഷൂ കടയിൽ പോയി നമ്മൾ ഷൂ ഒക്കെ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് ഞങ്ങൾ ഷൂ വാങ്ങിച്ചു. ഇനി നമ്മളെവിടെ പോവും? വീട്ടിൽ പോകുന്നതിന് പോലെ ബിസ്ക്കറ്റ് ഏതാണ് എടുത്തത്? നമ്മളപ്പോൾ പുറത്ത് പോയത് അങ്കത്തിന് ഷൂസ് വാങ്ങിക്കാനായിരുന്നു. അവൻ്റെ വൈറ്റ് ഷൂസ് ചെറുതായി, ഷൂസ് വാങ്ങിക്കണമായിരുന്നു. പിന്നെ കുറച്ച് ഗ്രോസറി വാങ്ങിക്കണമായിരുന്നു. പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു കടയിൽ കയറി മാല വാങ്ങിക്കണമായിരുന്നു സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ. ഗ്രീൻ കളർ മാല വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയപ്പോൾ സാവൻ മാസം ആയതുകൊണ്ട് ആയിരുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോൾ. ഇപ്പം ഇടുമ്പോഴത്തേക്കത് അടുത്ത മാസം ആയി കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് പച്ച കളർ വേണമായിരുന്നു മാല. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയി. അപ്പം എല്ലാ മാലകളും കൊള്ളാനില്ല, ഓരോന്ന് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ 1-2 എടുത്തുള്ളായിരുന്നു. പിന്നെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. ബാക്കി ഇപ്പം പല സൈസിലുള്ള വളകളെല്ലാം ഉണ്ട്. എന്നാലും ഗ്രീൻ കളറാണ് കൂടുതലും ഉള്ളത്. കാരണം ഈ മാസം നടക്കുന്നുണ്ട്. ഗ്രീൻ കളർ പൊട്ട്, ഗ്രീൻ കളർ നെയിൽ പോളിഷ് എല്ലാം കൂടുതലും ഗ്രീൻ കളറായിരുന്നു വളകൾ. വില കുറഞ്ഞതുമുണ്ട്, വില കൂടിയതുമുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാം ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ വളകൾക്കാണ്. നെയിൽ പോളിഷ് എല്ലാം ഗ്രീൻ കളറാണ്, പലതും കിട്ടും. ഞാനൊന്നും വാങ്ങിച്ചില്ല, വളയും മാത്രമേ വാങ്ങിച്ചു, വളയും മാലയും വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ പാനിപ്പൂരിയുടെയൊക്കെ മണം അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങ് നടന്നു. അങ്കിത്തിന് ഷൂ വാങ്ങിച്ച് ഷൂ 2 7 നമ്പർ. ഓക്കെ, 7 നമ്പർ. അമ്മ ഇപ്പോൾ 9 മണിയായി. ഇപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്നത്. നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറി വെള്ളം കുടിക്കുന്നു. ഇനി നമ്മളൊരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ്, നൈറ്റ് ഫുഡ് ബ്രെഡ്. ഇനി തുണി കഴുകിയിടണം. തുണി വൈകിട്ട് കൂത്തു വെച്ചത് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, കഴുകിയില്ല. തുണി കഴുകണം, രാത്രിയിലത്തെ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്കൊരാശ്വാസം, രാവിലെ എണീക്കണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ്, ഫുഡും ബ്രെഡായിരുന്നു. ബ്രെഡ് ടോസ്റ്റും
പീനട്ട് ബട്ടറും ജാമും ഒക്കെ കൂട്ടി കഴിച്ച് ക്ഷീണം ഇനിയൊന്നും ഒന്നും ഉണ്ടാക്കാനൊന്നും വയ്യായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊക്കെ കൂട്ടി ഞങ്ങൾ 9 മണിയല്ലോ വന്നപ്പോൾ തന്നെ. പിന്നെ ഇപ്പം 10:45 കഴിഞ്ഞ് ഇനി കിടക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.